നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും. ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരൻ വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ ടിവിയിലിരുന്ന് പറയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു. ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന്. ഇത് നേരെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുമായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട്. പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല. പുരുഷന് ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി, സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല, പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല, പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത്? ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത്, ഈ കട്ടൌട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു FIR ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്.